നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. +1 +2 കുട്ടികൾ എപ്പോഴും കേരളത്തിലെ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് +2ലാണ്. +1ലും പബ്ലിക് എക്സാം ഉണ്ട്, +2ലും പബ്ലിക് എക്സാം ഉണ്ട്. CBSEക്ക് +1ലില്ല, +2ലാണ് പബ്ലിക് എക്സാം. പക്ഷേ മൊത്തത്തിൽ മാറുകയാണ് സ്റ്റേറ്റ് സിലബസുകാർ. വീണ്ടും +1കാർക്കൊക്കെ 8ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. കാരണം വേറൊന്നുമല്ല, പ്രാക്ടിക്കൽസ്. അതായത് പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിച്ചവർക്ക് അറിയാം, പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും പ്രാക്ടിക്കൽസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയറിലും ഉണ്ടായിരുന്നു, സെക്കൻഡ് ഇയറിലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് +2ലോട്ട് വന്നപ്പം +2ൽ മാത്രമേ ഉള്ളായിരുന്നു പ്രാക്ടിക്കൽ. +2 ഇപ്പോഴും +2ന് മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കൽ, +1ന് പ്രാക്ടിക്കൽ ഇല്ല. പക്ഷേ ഇനി പുത്തൻ രീതി അടുത്ത വർഷമായിരിക്കാം അഡോപ്റ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അടുത്ത വർഷമാണെങ്കിൽ +1നും പ്രാക്ടിക്കൽസ് ഉണ്ട്, ഡിവൈഡ് ചെയ്ത്. ചിലപ്പം 20 എക്സ്പെരിമെന്റ് ഉണ്ടെങ്കിൽ ഫിസിക്സ് 10 എണ്ണം +1ന്, 10 എണ്ണം +2നുമായി. +1നും +2നും. അന്നേരം +1ന് പബ്ലിക് എക്സാമിനോടൊപ്പം പ്രാക്ടിക്കലിന്റെ പരീക്ഷയും. ഇത് നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളികളാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടൊരു ഹിമാലയം പർവ്വതം കയറുന്ന പോലെയാണ് +1ലോട്ട് കയറുന്നത്. അതുപോലെ അധികപരമായ സിലബസ്, പിന്നെ പോർഷൻ തീർക്കാനുള്ള കഷ്ടപ്പാടിനിടയിൽ പ്രാക്ടിക്കൽസ് കൂടെ. അന്നേരം ഒരുപാട് പഠിക്കണം എന്നുള്ളതാണ് +1കാരിനിയും. നിസ്സാരമായിട്ട് വിദ്യാഭ്യാസ വകുപ്പോ അല്ലെങ്കിൽ ഗവൺമെന്റോ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. അതികഠിനമായിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. അതുകൊണ്ട് +1കാർ കാര്യമായിട്ട് പഠിച്ചോളുക. ക്വസ്റ്റ്യൻ പാറ്റേൺ ആണെങ്കിലും +1 +2 ഒക്കെ ഒരുപാട് വ്യത്യാസം വന്നു. നല്ല ടഫാക്കിയിട്ടുണ്ട് എല്ലാ വർഷവും. ഈ വർഷം അത് തന്നെ പ്രതീക്ഷിക്കാം. ഈസി ക്വസ്റ്റ്യൻ ഇനിയും കാണാൻ വളരെ ചാൻസ് കുറവായിരിക്കും. പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ വളരെ ചാൻസ് കുറവായിരിക്കും. ആപ്ലിക്കേഷൻ ലെവലും പ്രോബ്ലംസും ഉള്ള ഗംഭീര ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഉഴപ്പൊക്കെ മാറ്റിവെച്ച് എല്ലാവരും പഠിച്ചു തുടങ്ങിക്കൊള്ളുക, അല്ലെങ്കിൽ പണി പാളും. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ പ്രസ് ആക്കിയേക്കുക. ഓക്കെ, ബൈ.